പ്രയർ ചൊല്ലിക്കോ. ആരായിരുന്നു പ്രയർ ചൊല്ലുന്നേ? ഞാൻ ചൊല്ലാം. ഓക്കെ, വെരി ഗുഡ്. ചൊല്ലിക്കോ. Oh God, morning sir. My way, strengthening knowledge, electing diligence, and electing wisdom. I believe that my life has a course. I believe my way is within me, and I am confident that you bless me to understand my way. Thank you so much for choosing me a course of faith change. Thank you. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതിന്റെ ബാക്കി നമ്മൾ കാണുന്നു. അപ്പൊ ആദ്യം നമുക്കൊരു ചെറിയൊരു പുസ്തകം പരിചയപ്പെട്ടിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം KR മീര എന്നുള്ള എഴുത്തുകാരിയുടെ കഥയെഴുത്ത് എന്നുള്ള പുസ്തകമാണ്. അപ്പൊ ഈ കഥയെഴുത്ത് എന്നുള്ള പുസ്തകത്തില് പ്രധാനമായിട്ടും ഇത് ഇപ്പം വന്നിരിക്കുന്ന ഇതിന്റെ 2ാം പതിപ്പാണ് ഇറങ്ങിയിട്ടുള്ളത്. KR മീര എന്നുള്ള എഴുത്തുകാരിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമായിരിക്കും. നമ്മളോട് അവര് നിങ്ങളുമായിട്ടുള്ള ഇന്ററാക്റ്റീവ് സീരീസിൽ വരാമെന്ന് ഏറ്റിട്ടുണ്ട് സെപ്റ്റംബറിന് ശേഷം. അപ്പൊ അവരുടെ ഘാതകൻ എന്നുള്ളതൊരെണ്ണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആരാച്ചാർ എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ KR മീരയുടെ നോവലുകളാണ്. എന്നാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരമുള്ള ഒരു പുസ്തകമാണ്. ഇതെന്താന്ന് ചോദിച്ചാൽ കഥയെഴുത്ത് എന്ന് പറഞ്ഞ KR മീര അവരെങ്ങനെയാണ് ഓരോ കഥയും എഴുതിയത്, എങ്ങനെയാണ് ഓരോ കഥയും എഴുതിയപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള ചിന്തകളും ഭാവങ്ങളും ഒക്കെ എന്തൊക്കെയായിരുന്നു എന്നുള്ള രീതിയിൽ എഴുതിയ ഒരു പുസ്തകമാണ് എന്ത്, കഥയെഴുത്ത്. അപ്പം അവരുടെ കുട്ടിക്കാലം തൊട്ട് ഓരോ കഥകളും, ചെറിയ കഥകൾ തൊട്ട് വലിയ കഥകൾ വരെ എഴുതുവാനായിട്ട് വന്ന ഒരു സാഹചര്യങ്ങൾ വിശദീകരിക്കുന്ന ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകം. ഓക്കെ, ഓർമ്മ. അപ്പൊ നമുക്ക് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പം പുസ്തകത്തിന് ചില ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ഇങ്ങനെയുള്ള ഈ ഭാഗത്ത് വരുന്നത് ഒരു ISBN നമ്പർ എന്ന് പറയും. അത് ഇന്റർനാഷണൽ ബുക്കിന്റെ ഇന്റർനാഷണൽ ആയിട്ടുള്ള പ്രസിദ്ധീകരണത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് നമ്പറാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് പുസ്തകത്തിൽ ഉള്ള മറ്റൊരു കാര്യമാണ് ഇത് ഏത് വിഭാഗമാണ് എന്നിവിടെ ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് ലൈബ്രറിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ വിഭാഗം അനുസരിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓർമ്മകൾ എന്നുള്ള വിഭാഗത്തിലാണ് ഇത് പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ചില പുസ്തകങ്ങൾ യാത്രകളിലായിരിക്കും, ചില പുസ്തകങ്ങൾ നോവലുകളിലായിരിക്കും. അപ്പൊ ഈ പുസ്തകം പെടുത്തിയിരിക്കുന്ന ഏതിലാണ്? ഓർമ്മകൾ എന്നുള്ള വിഭാഗത്തിലാണ്, അതായത് ഓർമ്മക്കുറിപ്പാണ് എന്നുള്ളത്. ഇത് വളരെ പ്രധാനം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കഥകൾ എഴുതാനോ അല്ലെങ്കിൽ നോവൽ എഴുതാനോ ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ, സാഹിത്യത്തിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചിരിക്കണം. അപ്പൊ ഈ പുസ്തകം വായിച്ചിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കഥ എഴുതുമ്പോൾ ഒരാളുടെ മനസ്സിൽ എങ്ങനെയൊക്കെയാണ് കഥ രൂപപ്പെടുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് പശ്ചാത്തലമായിട്ട് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് കഥകൾ രൂപപ്പെടുത്തുവാനായിട്ടുള്ള ചിന്തകൾ അവരെ സ്വാധീനിച്ചത് എന്നുള്ളതെല്ലാം വിശദീകരിക്കുന്ന ഈ പുസ്തകം വളരെ മനോഹരമാണ്. അപ്പം ഓരോ കാര്യവും ഓരോന്നും പറഞ്ഞപ്പോഴത്തേക്കും അവരെ ഓരോ വരികൾ വായിച്ചത് എങ്ങനെയാണ്, ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിച്ചത്, ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് എന്ത്, കഥയെഴുത്ത് എന്നുള്ള പുസ്തകം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വായിക്കാവുന്ന മറ്റൊരു പുസ്തകമാണ് സൂസന്നയുടെ ഗ്രന്ഥപുര എന്നുള്ള പുസ്തകം, അജയ് പി മങ്ങാട്ടിന്റെ. അതിലും ഇതുപോലെ തന്നെ ലോകത്തിലുള്ള വിവിധ പുസ്തകങ്ങൾ, ഏറ്റവും ഒരു എഴുത്തുകാരനെ സ്വാധീനിക്കുന്ന എല്ലാ പുസ്തകങ്ങളെ കുറിച്ചും, അതിന്റെ കഥ ഒരു തരത്തിലാണെങ്കിലും ആ കഥയോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതാണ് സൂസന്നയുടെ ഗ്രന്ഥപുര എന്നുള്ള പുസ്തകം. അപ്പം ഇതിനകത്ത് ഏകദേശം ഒരു എഴുത്തുകാരൻ വായിച്ചിരിക്കേണ്ടതും ഒരു എഴുത്തുകാരനെ സ്വാധീനിക്കുന്നതുമായിട്ടുള്ള പല തരത്തിലുള്ള പുസ്തകങ്ങളെയും എഴുത്തുകാരെയും കുറിച്ച് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട 2 പുസ്തകങ്ങളാണ് ഇത്. ഇപ്പൊ സൂസന്നയുടെ ഗ്രന്ഥപുരയ്ക്ക് 19ാം പതിപ്പാണ് ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത്. KR മീരയുടേതാണ് 2ാം പതിപ്പാണ്. സൂസന്നയുടെ ഗ്രന്ഥപുര മാതൃഭൂമി ബുക്സും ഈ കഥയെഴുത്ത് സൈഗതം ബുക്സുമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു ലൈബ്രറി എന്നുള്ളൊരു സംരംഭം നിങ്ങളുടെ സ്കൂളുകളിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പം വീട്ടിലൊരു ലൈബ്രറിയിലേക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങി വെക്കാവുന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് മാതൃഭൂമി ബുക്സിന്റെ ഈ അജയ് പി മങ്ങാട്ടിന്റെ സൂസന്നയുടെ ഗ്രന്ഥപുരയ്ക്ക് 280 രൂപയും പിന്നെ ഈ ഓർമ്മ, അതായത് സൈഗത ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള കഥയെഴുത്തിന് 230 രൂപയുമാണ് പുസ്തകത്തിന്റെ വിലയായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ വായിക്കാം. ഇനി നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നീട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തുറന്നു കഴിയുമ്പം
നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിബ്ജിയോറിലൊക്കെ വന്നിട്ട് വായിക്കുവാനായിട്ട് സാധിക്കും. ഈ പുസ്തകങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ ഇരുന്ന് വായിക്കാം. ഞാൻ നിങ്ങൾക്ക് തന്നുവിടില്ല, കാരണം തന്നുവിട്ടാൽ പിന്നെ എനിക്ക് കിട്ടില്ല. ഈ ഇടയ്ക്ക് കുറച്ച് കുട്ടികളെ കൊണ്ടുപോയിട്ട് അതൊന്നും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നുവിടില്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് വായിക്കാനുള്ള സൗകര്യം ഉണ്ടോ? ഒക്കെ അവധി ദിവസങ്ങളിലൊക്കെ വന്ന് വായിക്കാം, ശനി ഞായറൊക്കെ വന്ന് വേണമെങ്കിൽ വായിക്കാം. അങ്ങനെയാണ്. ഓക്കെ, ഇത് നമുക്ക് പുസ്തകത്തെക്കുറിച്ച് നമ്മൾ. ഇനി നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് നമ്മൾ ഇന്നലെ കണ്ടതിന്റെ ബാക്കിയാണ്. നമുക്ക് എപ്പോഴും മത്സര പരീക്ഷകൾക്ക് ഇംഗ്ലീഷ് എന്നുള്ളൊരു വിഭാഗം ഉണ്ടാവും, അല്ലെ? PSCക്ക് ആണെങ്കിലും ഏത് മത്സരത്തിനുണ്ടാവും, നിങ്ങളുടെ സ്കൂളുകളിലും ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ചർച്ച ചെയ്യുന്നത്, പ്രിപ്പൊസിഷൻസ് എന്നുള്ളത്. അപ്പൊ പ്രിപ്പൊസിഷൻസിലെ നമ്മൾ കണ്ടത് ഇൻ, ഓൺ, അറ്റ്, അല്ലെ, ബൈ, ഇത്രയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. നിങ്ങളത് വീണ്ടും കാണുക, അതിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്യുക. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രിപ്പൊസിഷനാണ് ഫോർ. FOR, ഫോർ. ഇപ്പൊ ഫോർ എന്നുള്ള പ്രിപ്പൊസിഷന്റെ പ്രത്യേകത എന്താണ്? ഫോർ എന്ന് പറഞ്ഞാൽ കുറെ അർത്ഥങ്ങളുണ്ട്, അല്ലെ? നമ്മൾ സാധാരണ ഫോർ എന്ന് പറയുമ്പോൾ വേണ്ടി എന്ന് മാത്രമാണ്, പക്ഷെ ഫോറിന് അത് മാത്രമല്ല. ഓക്കെ, പ്രിപ്പൊസിഷൻ ഫോർ, FOR. അപ്പൊ ഫോർ എന്നുള്ള പ്രിപ്പൊസിഷൻ ഉപയോഗിക്കുന്നത് വിവിധ അർത്ഥങ്ങളിൽ ഉപയോഗിക്കും. ഒന്നാമത്തത് നമുക്ക് നോക്കാം, ടു ഇൻഡിക്കേറ്റ് ദി ഡ്യൂറേഷൻ ഓഫ്, to indicate the duration of an activity. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരു കാര്യം എത്ര സമയത്തോളം നടന്നു എന്ന് പറയുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, നമ്മൾ ടെൻസുകൾ ആദ്യം കണ്ടതാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈം പറയാനായിട്ട് സിൻസും ഒരു പീരീഡ് ഓഫ് ടൈം പറയാനായിട്ട് ഫോറും ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫോർ 2 weeks. ഓക്കെ, ഫോർ 5 years. ഇപ്പൊ നമ്മൾ 4 5 years കണ്ടോ? ഫോർ 2 weeks, ഫോർ 5 years, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം എത്ര സമയം, എത്ര ദൈർഘ്യത്തിൽ നടന്നു എന്ന് പറയാനാണ് ഫോർ ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് റെയിൻഡ്, നോക്കിയോ, ഫോർ ദി നെക്സ്റ്റ് 3 hours. ഫോർ ദി നെക്സ്റ്റ് 3 hours. ഇപ്പൊ ഞാൻ ഇവിടെ എഴുതുമ്പോൾ ഓരോ കാര്യവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമുക്ക് സാധാരണ 10 താഴോട്ടുള്ള അക്കങ്ങളാണ് നമ്മളൊരു എസ്സേ ഒക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ അത് അക്ഷരത്തിലാണ് എഴുതാറുള്ളത്. മനസ്സിലായോ? 10 താഴോട്ടുള്ളതല്ല. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് കണ്ടോ? 2, 3, 5 ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ എപ്പോഴും ഏറ്റവും നല്ലത് എന്താണ്? അക്ഷരങ്ങൾ തന്നെ ഉപയോഗിക്കും. ക്ലിയർ ആണോ? അല്ലേ ഞാൻ പറഞ്ഞത്? ഉപന്യാസങ്ങൾ എഴുതുമ്പോഴും അല്ലെങ്കിൽ എഴുതുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു 10 താഴോട്ടുള്ള സംഖ്യകൾ എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു വാക്കിലുള്ളതെന്നാണ് ഒരു റൂള്. പക്ഷെ 10 താഴോട്ടുള്ളത് എപ്പോഴും ഈ രീതിയിൽ എഴുതുന്നതാണ് നല്ലതെന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കുക. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് പറയാം ഇൻ ദി പോയിന്റ് ഓഫ്, അല്ലെ? ഇനി ഇതിന് വേറെ അർത്ഥങ്ങളും കൂടി നമുക്ക് പറയാം. ഇൻ പോയിന്റ് ഓഫ് എന്ന അർത്ഥം. ഇൻ പോയിന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറയാം. ഇപ്പൊ നോക്കിക്കോ, സുധ ഈസ് ക്ലവർ ഫോർ ഹെർ ഏജ്. അപ്പൊ നോക്കിയ ക്ലവർ, അവളുടെ പ്രായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമതിയാണ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. അവരുടെ പ്രായത്തെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയാ ഐ വിൽ. ഇനി നമുക്ക് പറയുന്നതാണ് ഇൻ സപ്പോർട്ട് ഓഫ്. അടുത്തത് നോക്കിയാൽ ഇൻ സപ്പോർട്ട് ഓഫ്, അതിനെ അനുകൂലിച്ചുകൊണ്ട് എന്ന് പറയാം. ഇൻ സപ്പോർട്ട് ഓഫ്, അതായത് വേണ്ടി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അത് നോക്കിയാൽ ഇൻ സപ്പോർട്ട് ഓഫ്,
I will vote for you. I will vote for you. I will vote for you. അപ്പൊ for you അല്ലെ, I will vote for you. അപ്പൊ എന്താണ്, നിനക്ക് വേണ്ടി, നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നുള്ള അർത്ഥം. അപ്പൊ ഇൻ സപ്പോർട്ട് ഓഫ്, ഇൻ പോയിന്റ് ഓഫ്, ഈ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഫോർ ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് ഫോർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഫോർ ദി ഡെസ്റ്റിനേഷൻ, ഫോർ ദി sense of destination, for the sense of, for the sense of destination. അപ്പൊ നമ്മൾ എന്ത് പറയും? For the sense of destination. The train is bound for Delhi. Train is bound for Delhi. അതായത് ഡൽഹിയിലേക്കുള്ള ട്രെയിൻ. The train is bound for Delhi. കണ്ടോ, for Delhi. എങ്ങോട്ടാണ്? ഡൽഹിയിലേക്ക് എന്നുള്ള അർത്ഥം. ക്ലിയർ ആണോ? ഫോർ ഡൽഹി. ഓക്കെ. അടുത്തത് ഓൺ ബിഹാഫ് ഓഫ്. അടുത്തത് ഓൺ ബിഹാഫ് ഓഫ്. ഫോറിന്റെ ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ. ഓക്കെ. അടുത്തത് ഓൺ ബിഹാഫ് ഓഫ്. ഓക്കെ, ഫോർ ദി സെൻസ് ഓഫ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ നമുക്ക് അടുത്തത് ഓൺ ബിഹാഫ് ഓഫ്. ഓൺ ബിഹാഫ് ഓഫ്. ഓക്കെ. ഇപ്പൊ ഓൺ ബിഹാഫ് ഓഫ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരാൾക്ക് വേണ്ടി, ആർക്കോ വേണ്ടി എന്നുള്ള അർത്ഥം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഓൺ ബിഹാഫ് ഓഫ്. We should fight for the weak and the poor. We should fight for the weak and the poor. We should fight for the weak and the poor. വളരെ ദുർബലരും പാവപ്പെട്ടവരുമായിട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യണം, യുദ്ധം ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ. ഓൺ ബിഹാഫ് ഓഫ്. അപ്പൊ ആർക്കു വേണ്ടി എന്നുള്ള അർത്ഥം. ഇനി അടുത്തതാണ് ഇൻ വ്യൂ ഓഫ്. ഇൻ വ്യൂ ഓഫ്. അതായത് ഈ ഓരോ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് ഇൻ വ്യൂ ഓഫ്, ആ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ, ആ ചിന്തയിൽ എന്നൊക്കെയാണ് അതിനകത്ത്. ഓക്കെ. ആ കാഴ്ചപ്പാടിൽ. ഇൻ വ്യൂ ഓഫ്, എന്ത് കാഴ്ചപ്പാടിലാണോ? അപ്പൊ ഇൻ വ്യൂ ഓഫ്. അപ്പം നമുക്കെന്ന് പറയാം, ഷീ ഈസ് റാദർ ടോൾ ഫോർ ഹെർ ഏജ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അവളുടെ പ്രായത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രായത്തെ പരിഗണിക്കുമ്പോൾ, ഇൻ വ്യൂ ഓഫ്, അതിനെ പരിഗണിക്കുമ്പോൾ, പ്രായത്തെ പരിഗണിക്കുമ്പോൾ ഷീ ഈസ് റാദർ ടോൾ, അവൾ വളരെ പൊക്കമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ, അവളുടെ പ്രായത്തിലുള്ള മറ്റുള്ളവരെ അപേക്ഷിച്ച് അവൾക്ക് കൂടുതൽ പൊക്കമുണ്ടെന്ന് അർത്ഥം. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇൻ വ്യൂ ഓഫ്. അടുത്തത് ഇൻ എക്സ്ചേഞ്ച് ഫോർ. അപ്പൊ പകരം, ഇൻ എക്സ്ചേഞ്ച് ഫോർ അല്ലെ, ഒന്നിന് പകരം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഫോറിന്റെ മീനിങ് ഉപയോഗിക്കാം. ഇൻ എക്സ്ചേഞ്ച് ഫോർ. അപ്പൊ നമുക്ക് എന്താ ഉപയോഗിക്കാം? ഹി എക്സ്ചേഞ്ച്ഡ് ഹിസ് ബുക്ക് ഫോർ another book. He exchanged his book for another book. Okay, for another book. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? He exchanged his book for another book. Okay, he exchanged his book for another book. എന്നുള്ള അർത്ഥം എന്താണ്? ഒന്നിന് പകരം, മറ്റൊരു ബുക്കിന് പകരം എന്നുള്ള അർത്ഥം. ഓക്കെ. അടുത്തത്
ഇൻ സ്പൈറ്റ് ഓഫ്, ഈ ഒരു അർത്ഥത്തിൽ, പകരം എന്നുള്ള അർത്ഥത്തിൽ. ഇൻ എക്സ്ചേഞ്ച് ഫോർ മറ്റൊന്നിന് പകരം, ഇനി ഇൻ എക്സ്ചേഞ്ച് അതും പകരം തന്നെയാണ്, അല്ലെങ്കിൽ മറ്റൊന്നിന് വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇൻ സ്പൈറ്റ് ഓഫ് കണ്ടോ, ഫോറിൽ ആരംഭിക്കുകയാണ്. ഫോർ ഓൾ ഹിസ് ലേണിംഗ്, for all his learning, he proved a failure in life. അവൻ ജീവിതത്തിൽ കുറെ വായിച്ചിട്ടുണ്ടെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും അവൻ എന്തായി മാറി? ജീവിതത്തിൽ ഒരു പരാജയമായിട്ട് മാറുകയാണ് ചെയ്തത്. കുറെ പഠിച്ചു, പക്ഷെ എന്ത് ചെയ്തു? പരാജയമായി മാറി. ഇൻസ്പൈറ്റ് ഓഫ് എന്നതിനെ അപേക്ഷിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ. ഇനി ഫോർ ദ പർപ്പസ് ഓഫ്, അടുത്തതാണ് ഫോർ ദ പർപ്പസ് ഓഫ്. ഫോർ ദ പർപ്പസ് ഓഫ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരു ലക്ഷ്യത്തിന്, എന്ത് കാര്യത്തിന് വേണ്ടിയാണോ അത് എന്നർത്ഥം. ഫോർ ദ പർപ്പസ് ഓഫ്, ഫോർ ദി പർപ്പസ് ഓഫ്. I read for pleasure. I read for pleasure എന്നാണ് അർത്ഥം. എന്താണ്? ഞാൻ എന്തിനു വേണ്ടിയാണ് വായിക്കുന്നത്? സന്തോഷത്തിന് വേണ്ടിയാണ് വായിക്കുന്നത്. സന്തോഷത്തിന് വേണ്ടിയാണ് വായിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ ഈ കാര്യങ്ങള് വെച്ചിട്ട് വേണം നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഒരു കാര്യം കാണാൻ വേണ്ടി പോവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇനി കാണുന്നത്. വളരെ പ്രധാനപ്പെട്ടതെന്നാണ്, ഇത്ര നേരം പറഞ്ഞത് പ്രധാനപ്പെട്ടതല്ലെന്നല്ല,